എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മൾ മതബോധനത്തിൽ തിരുവചനങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ പഴയ നിയമം, പുതിയ നിയമത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുതിയ നിയമഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ആ പുതിയ നിയമത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. അതിൽ അല്പം പഠിച്ചത് തന്നെ ഒന്നും കൂടി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. 124 മുതലാണ് പുതിയ നിയമം. വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക ശക്തിയായ ദൈവവചനം പുതിയ നിയമഗ്രന്ഥങ്ങളിൽ അതിമനോഹരമായി അവതരിക്കപ്പെടുകയും അതിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലിഖിതങ്ങൾ ദൈവാവിഷ്കരണത്തിൻ്റെ പരമമായ സത്യം, നമുക്ക് പകർന്നു തരുന്നു. അവയുടെ കേന്ദ്ര പ്രമേയം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവും അവിടുത്തെ പ്രവൃത്തികളും പ്രബോധനവും പീഠാനുഭവവും മഹത്വീകരണവും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ രൂപം കൊണ്ട അവിടുത്തെ സഭയുടെ സമാരംഭവുമാകുന്നു. 97 125 ഖണ്ഡികയാണ്. നമ്മുടെ രക്ഷകനായ അവതീർണ വചനത്തിൻ്റെ ജീവിതം, പ്രബോധനം എന്നിവയെ സംബന്ധിച്ചുള്ള മുഖ്യ സാക്ഷ്യമെന്ന നിലയിൽ സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയമാണ്. നമ്മുടെ രക്ഷകനായ 125 ഖണ്ഡിക 37 പേജ്. നമ്മുടെ രക്ഷകനായ അവതീർണ വചനത്തിൻ്റെ ജീവിതം കണ്ടോ. നമ്മുടെ രക്ഷകനായ അവതീർണ വചനത്തിൻ്റെ ജീവിതം, പ്രബോധനം എന്നിവയെ സംബന്ധിച്ചുള്ള മുഖ്യ സാക്ഷ്യം എന്ന നിലയിൽ സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയമാണ്. പ്രൈസ് ദ ലോർഡ്. വളരെ വലിയ വ്യാപ്തമായൊരു കാര്യമാണ്. ഒരിക്കൽ കൂടി, നമ്മുടെ രക്ഷകനായ അവതീർണ വചനം കണ്ടോ. ആ പ്രയോഗം, അവതീർണ വചനത്തിൻ്റെ ജീവിതം, പ്രബോധനം എന്നിവയെ സംബന്ധിച്ചുള്ള മുഖ്യ സാക്ഷ്യമെന്ന നിലയിൽ സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയമാണ്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ ഡൈവർബം 18. ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന മാർജിനിലുള്ള 515 ഖണ്ഡികയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ 515 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടത് വിശ്വാസികളിൽ പ്രമുഖരും വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധരായ വ്യക്തികളിലൂടെയാണ്. 515 സുവിശേഷം രചിക്കപ്പെട്ടത്. എന്നിട്ട് അതിൻ്റെ 124 മാർക്കോസ് 1:1, യോഹന്നാൻ 21:24 ഇതിലെല്ലാം മാർക്കോസ് 1:1 പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് മാർക്കോസ് 1:1 പറയുന്നത്? ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. മാർക്കോസ് 1:1 കണ്ടോ. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം.
അതാണ്. സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടത് വിശ്വാസികളിൽ പ്രമുഖരും വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധരായ വ്യക്തികളിലൂടെയാണ്. അതിന് ക്ലാരിഫിക്കേഷനാണ് മർക്കോസ് 1:1, പിന്നെ ഒന്ന് യോഹന്നാൻ 21:24. യോഹന്നാൻ 21:24. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അതാണ്. അപ്പോൾ ഈ സുവിശേഷം, നമ്മൾ പുതിയ നിയമത്തിൽ ഈ സുവിശേഷമാണ് എല്ലാ വിശുദ്ധ ലിഖിതങ്ങളുടെയും ഹൃദയം. എന്നിട്ട് ആ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് 515-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടത് വിശ്വാസികളിൽ പ്രമുഖരും വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധരുമായ വ്യക്തികളിലൂടെയാണ്. അപ്പസ്തോലന്മാരിൽ പ്രമുഖരായിട്ടുള്ളവർ. അതുപോലെ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധരുമായ വ്യക്തികളിലൂടെയാണ്. യേശു ആരാണെന്ന് വിശ്വാസത്തിലൂടെ സ്വയം ഗ്രഹിച്ച ശേഷം അവിടുത്തെ ഭൗമിക ജീവിതത്തിലുടനീളം അവിടുത്തെ ദിവ്യരഹസ്യത്തിൻ്റെ അടയാളങ്ങൾ കാണാനും, അതാണ് അവിടുത്തെ ഭൗമിക ജീവിതത്തിലുടനീളം അവിടുത്തെ ദിവ്യരഹസ്യത്തിൻ്റെ അടയാളങ്ങൾ കാണാനും. 515-ൻ്റെ പ്രത്യേകത ഇതാണ്, അടയാളങ്ങൾ. സുവിശേഷത്തിൽ അവിടുത്തെ ദിവ്യരഹസ്യത്തിൻ്റെ അടയാളങ്ങൾ കാണാനും ആ അടയാളങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും സുവിശേഷ രചയിതാക്കൾക്ക് കഴിഞ്ഞു. അതാണ് 4 സുവിശേഷ രചയിതാക്കളും. യേശു ആരാണെന്ന് വിശ്വാസത്തിലൂടെ സ്വയം ഗ്രഹിച്ച ശേഷം അവിടുത്തെ ഭൗമിക ജീവിതത്തിലുടനീളം അവിടുത്തെ ദിവ്യരഹസ്യത്തിൻ്റെ അടയാളങ്ങൾ കാണാനും ആ അടയാളങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും സുവിശേഷ രചയിതാക്കൾക്ക് കഴിഞ്ഞു. അടുത്ത വചനം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടുത്തെ ജനനത്തോട് ബന്ധപ്പെട്ട പിള്ളക്കച്ച മുതൽ, കണ്ടോ, ആ പിള്ളക്കച്ച മുതൽ അവിടുത്തെ പീഠാനുഭവ വേളയിലെ വിനാഗിരിയും ഉത്ഥാന സംഭവത്തോട് ബന്ധപ്പെട്ട കച്ചയും വരെ യേശുവിൻ്റെ ജീവിതത്തിലെ സകലതും അവിടുത്തെ രഹസ്യത്തിൻ്റെ അടയാളമായിരുന്നു. അതാണ് ആ പിള്ളക്കച്ച. ഇവിടെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ആട്ടിടയന്മാരോട് പറഞ്ഞ കാര്യമാണ്. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ലൂക്കായുടെ പ്രഖ്യാപനമാണ് പിള്ളക്കച്ച. അപ്പോൾ ഈ പിള്ളക്കച്ച കണ്ട് പൊതിച്ചിരിക്കുന്ന അവസ്ഥയെ ഒന്ന് മനസ്സിൽ കണ്ട്, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ ഈശോ തന്നെയാണ് മരണശേഷം മത്തായി 27:48, യോഹന്നാൻ 20:7, മത്തായി 27:48, മത്തായി 27:48. അത് വിനാഗിരിയുടെ കാര്യമാണ്. പിള്ളക്കച്ച
പിള്ളക്കച്ച മുതൽ അവിടുത്തെ പീഡാനുഭവേളയിലെ വിനാഗിരിയും ഉണ്ടോ? അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർ പഞ്ഞിയെടുത്ത് വിനാഗിരിയിൽ മുക്കി. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ സുവിശേഷ കർത്താക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ദൃക്സാക്ഷി വിവരണമാണത്. തുടർന്ന് യോഹന്നാൻ 20:7, യോഹന്നാൻ 20:7, ലൂക്ക 2:7 പിള്ളക്കച്ച. യോഹന്നാൻ 20:7 പറയുന്നത്, അവൻ്റെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവർ കണ്ടു. അപ്പോൾ ഈ കച്ച, വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ ആ കച്ച അതുപോലെ, ഏതാണ്ട് അതുപോലെ തന്നെ പൊതിഞ്ഞ് യേശുവിനെ ആ കബറിടത്തിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പം അതെല്ലാം വലിയ വിസ്മയനീയത നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഈവൻ ഈ കച്ച പോലും, ഈ കച്ച ആ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ അവസ്ഥ പോലെ തന്നെയായിരുന്നു. മരണശേഷം ഈശോയുടെ ശരീരത്തെ പൊതിഞ്ഞ കച്ചയിൽ പൊതിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വളരെ വലിയ അടയാളങ്ങളാണെന്നാണ് പറയണത്. അതാണ് ഈ 515 ഖണ്ഡിക CCCയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈശോയുടെ സുവിശേഷത്തിലെ വളരെ നിസ്സാരമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പിള്ളക്കച്ച, വിനാഗിരി, അതോടൊപ്പം മരിച്ച ശരീരം പൊതിഞ്ഞ കച്ച, തലയിൽ വച്ചിരുന്ന കച്ച, ഇതെല്ലാം അടയാളങ്ങളാണ്. അപ്പോൾ അവിടുത്തെ പീഠാനുഭവ വേളയിലെ പിള്ളക്കച്ച മുതൽ അവിടുത്തെ പീഠാനുഭവ വേളയിലെ വിനാഗിരിയും ഉത്ഥാന സംഭവത്തോട് ബന്ധപ്പെട്ട കച്ചയും വരെ യേശുവിൻ്റെ ജീവിതത്തിലെ സകലതും അവിടുത്തെ രഹസ്യത്തിൻ്റെ അടയാളമായിരുന്നു. അതാണ്. ഇനി എന്താണ് ഈ അടയാളം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി? പുതിയ നിയമത്തിൽ അടയാളം എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതാണ് അടുത്ത സെൻറ്റൻസ്. അവിടുത്തെ പ്രവൃത്തികളിലൂടെയും അവിടുത്തെ അത്ഭുതങ്ങളിലൂടെയും അവിടുത്തെ വാക്കുകളിലൂടെയും അവിടുന്ന് ദൈവത്വത്തിൻ്റെ പൂർണ്ണത ശാരീരികമായി കൂടുകൊള്ളുന്നു എന്നും വെളിപ്പെടുത്തപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ അവിടുത്തെ ഈ പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. അതിനെ അങ്ങനെ എളുപ്പം വായിച്ചു പോയാൽ പോരാ. എന്താണ് അവിടെ പറയുന്നത്? ഈ നിസാര പിള്ളക്കച്ചയും ആ കച്ചയും വരെ അടയാളങ്ങളാണ്, ദൈവത്തിൻ്റെ വിസ്മയത്തിൻ്റെ അടയാളങ്ങളാണ്. അവിടുത്തെ പ്രവൃത്തികളിലൂടെയും അവിടുത്തെ അത്ഭുതങ്ങളിലൂടെയും. അപ്പോൾ ഈശോ ചെയ്ത പ്രവൃത്തികളും അത്ഭുതങ്ങളിലൂടെയും അവിടുത്തെ വാക്കുകളിലൂടെയും എന്താണ് നമുക്ക് നൽകുന്നത്? അവിടുന്നിൽ ദൈവത്വത്തിൻ്റെ പൂർണ്ണത ശാരീരികമായി കുടികൊള്ളുന്നു എന്ന് വെളിപ്പെടുത്തപ്പെട്ടു. കൊളോസോസ് 2:9. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ പൂർണ്ണത. എബ്രായർ 1:3. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ഇനി അടുത്തത് യോഹന്നാൻ 14:9 നോക്കട്ടെ. അപ്പം അവിടുന്ന് ദൈവത്വത്തിൻ്റെ പൂർണ്ണത ശാരീരികമായി കുടികൊള്ളുന്നു, ശാരീരികമായി കുടികൊള്ളുന്നു എന്ന് വെളിപ്പെടുത്തപ്പെട്ടു. അങ്ങനെ
അവിടുത്തെ മനുഷ്യത്വം, ഇതാണ് പ്രധാന പോയിന്റ് ഈ 515. അവിടുത്തെ മനുഷ്യത്വം ഒരു കൂദാശയായി കാണപ്പെട്ടു. ഒരു കൂദാശ. എന്താണ് കൂദാശ എന്ന് പറഞ്ഞാൽ? കൂദാശ എന്നതിൻ്റെ നിർവചനം എന്താണ്? നമുക്കറിയാം. കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അതാണ് ഞാൻ പറഞ്ഞ അടയാളം. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിൽ, എല്ലാ വിശുദ്ധ ലിഖിതങ്ങളുടെയും ഹൃദയമാണ് സുവിശേഷങ്ങൾ. ആ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ജനനം, പിള്ളക്കച്ച മുതൽ അവസാനത്തെ കച്ച വരെ. കണ്ടോ? ആ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞത് മുതൽ ഉത്ഥാനത്തിൻ്റെ കച്ചയിൽ പൊതിഞ്ഞത് വരെ ഉള്ള ജീവിതത്തിൻ്റെ സംഭവങ്ങളിൽ എല്ലാം ദൈവത്വത്തിൻ്റെ പൂർണ്ണത ശാരീരികമായി കുടികൊള്ളുന്നു എന്നും, അങ്ങനെ അവിടുത്തെ മനുഷ്യത്വം ഒരു കൂദാശയായി കാണപ്പെട്ടു. അവിടുത്തെ മനുഷ്യത്വം ഒരു കൂദാശയായി. എന്താ കൂദാശ? കൂദാശ എന്നത് അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. അപ്പോൾ ആ അദൃശ്യമായ ത്രിത്വൈക ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളം ഈശോയുടെ ഈ മനുഷ്യ ശരീരത്തിൽ കാണപ്പെട്ടു. അതാണ് കൂദാശ. അപ്പം ഈശോയുടെ ആ മനുഷ്യത്വം ഒരു കൂദാശയായി കാണപ്പെട്ടു. അതാണ് പുതിയ നിയമത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വളരെ വളരെ വലിയ വിസ്മയം. ആ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഓരോ വചനത്തിലും ക്രിസ്തു ആണ്. ക്രിസ്തു കൗദാശികമായി സ്ഥിതി ചെയ്യുന്നു. അവതീർണ വചനമാണത്. അവതീർണ വചനം. കാണപ്പെടാത്ത ദൈവം കാണപ്പെടുന്ന ഈ മനുഷ്യ വ്യക്തിയിൽ മുഴുവനും വസിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു എന്ന് ആർക്കും അധികം മനസ്സിലായില്ല അന്ന്. അതായത് അവിടുത്തെ ദൈവത്വത്തിൻ്റെയും അവിടുന്ന് പ്രദാനം ചെയ്യുന്ന രക്ഷയുടെയും അടയാളവും ഉപകരണവും അവിടുത്തെ ഭൗമിക ജീവിതത്തിൽ ദൃശ്യമായിരുന്നത് അവിടുത്തെ ദൈവപുത്രത്വത്തിൻ്റെയും രക്ഷാകര ദൗത്യത്തിൻ്റെയും അദൃശ്യ രഹസ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അദൃശ്യ രഹസ്യത്തിലേക്ക് അതാണ് അദൃശ്യ രഹസ്യത്തിലേക്ക്. സ്നേഹമുള്ളവരെ, നമ്മൾ സുവിശേഷത്തിൽ കാണേണ്ടത് അദൃശ്യമായ രഹസ്യത്തെയാണ് കാണുന്നത്. അദൃശ്യമായ രഹസ്യത്തെ. അതാണ് അടയാളം എന്ന് പറയുമ്പോൾ തന്നെ. അടയാളം, വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കൂദാശകളെല്ലാം അടയാളങ്ങളാണ്, അഥവാ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ്. അങ്ങനെ അവിടുത്തെ മനുഷ്യത്വം ഒരു കൂദാശയായി കാണപ്പെട്ടു. അതായത് അവിടുത്തെ ദൈവത്വത്തിൻ്റെയും അവിടുന്ന് പ്രദാനം ചെയ്യുന്ന രക്ഷയുടെയും അടയാളവും ഉപകരണവും. രക്ഷയുടെ അടയാളവും ഉപകരണവും. നമ്മുടെ രക്ഷയുടെ ഉപകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപകരണം. അതാണ് അവിടുന്ന് നമുക്ക് വേണ്ടി സജീവ ബലിയായി തന്നെ അർപ്പിച്ചപ്പോഴും അവൻ്റെ രക്തം നമ്മുടെ രക്ഷയുടെ ഉപകരണമായി എന്നാണ് പറയുന്നത്. 1992 കാറ്റഗിസത്തിൽ 1992 അത് എഴുതിയിരിക്കുന്നത് ദൈവനീതിയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ രക്ഷയുടെ അടയാളവും ഉപകരണവും അവിടുത്തെ ഭൗമിക ജീവിതത്തിൽ ദൃശ്യമായിരുന്നത് അവിടുത്തെ ദൈവപുത്രത്വത്തിൻ്റെയും രക്ഷാകര ദൗത്യത്തിൻ്റെയും അദൃശ്യ രഹസ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അദൃശ്യ രഹസ്യത്തിലേക്ക്. ഓക്കെ, ഇനി അടുത്തത്
അപ്പോൾ ഇതാണ് 125 ഖണ്ഡികയുടെ ആന്തരികമായ അർത്ഥം. അതൊന്നുകൂടി വായിക്കുകയാണ്. നമ്മുടെ രക്ഷകനായ അവതീർണ വചനത്തിൻ്റെ ജീവിതം, പ്രബോധനം എന്നിവയെ സംബന്ധിച്ചുള്ള മുഖ്യ സാക്ഷ്യം എന്ന നിലയിൽ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 4 ഗോസ്പൽ എഴുതി നരകുലരക്ഷകനാം മിശിഹാനാഥൻ തൻ രുചികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം വിശുദ്ധാത്മനിവേശിതമായി യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസൂസിൽ, നാഥാജനതീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. അപ്പോൾ ഇതാണ് 4 സുവിശേഷം. ആ 4 സുവിശേഷം ആണ് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ മുഴുവനും ഹൃദയം. വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയം. പ്രൈസ് ദ ലോർഡ്. 126 ഖണ്ഡിക. ഇനി സുവിശേഷ രൂപവത്കരണത്തിൽ വ്യത്യസ്തങ്ങളായ 3 ഘട്ടങ്ങൾ കാണുവാൻ നമുക്ക് കഴിയും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ സുവിശേഷത്തെ നമ്മൾ നിലത്ത് വയ്ക്കാൻ തോന്നില്ല. 1, സുവിശേഷ രൂപവത്കരണത്തിൽ വ്യത്യസ്തങ്ങളായ 3 ഘട്ടങ്ങൾ കാണുവാൻ നമുക്ക് കഴിയും. 3 ഘട്ടങ്ങൾ. 1, യേശുവിൻ്റെ ജീവിതവും പ്രബോധനവും. 2, വാചിക പാരമ്പര്യം. 3, ലിഖിത സുവിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശദാംശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യേശുവിൻ്റെ ജീവിതവും പ്രബോധനവും 4 സുവിശേഷങ്ങളുടെയും ചരിത്രപരത സുദൃഢം അംഗീകരിക്കുന്ന സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ദൈവപുത്രനായ യേശു സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ വിശ്വസ്തതാപൂർവം സുവിശേഷത്തിൽ നമുക്ക് പകർന്നു തരുന്നു. പ്രൈസ് ദ ലോർഡ്. ഡൈവർബം 19 ആൻഡ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ 1:1-2. അതാണ് യേശുവിൻ്റെ ജീവിതവും പ്രബോധനവും. എന്താണ് യേശുവിൻ്റെ ജീവിതവും പ്രബോധനത്തിൻ്റെയും സാരാംശം? 4 സുവിശേഷങ്ങളുടെയും ചരിത്രപരത സുദൃഢം അംഗീകരിക്കുന്ന സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ദൈവപുത്രനായ യേശു സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ വിശ്വസ്തതാപൂർവം സുവിശേഷങ്ങൾ നമുക്ക് പകർന്നു തരുന്നു. അതിൽ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 1 മുതൽ 2 വരെ വചനം ഇതാണ് വിശുദ്ധ ലൂക്ക. അല്ലയോ തിയോഫിലോസേ, യേശു താൻ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ വരിയാണത്. വിശുദ്ധ ലൂക്കായാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ രചയിതാവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്.
ഇനി രണ്ടാമത് വാചിക പാരമ്പര്യം. കർത്താവ് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ അവിടുത്തെ സ്വർഗാരോഹണ ശേഷം, അപ്പോൾ ഒന്ന് സ്വർഗാരോഹണം വരെ ചെയ്ത കാര്യങ്ങൾ, രണ്ട് കർത്താവ് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ അവിടുത്തെ സ്വർഗാരോഹണ ശേഷം അപ്പസ്തോലന്മാർ തങ്ങളുടെ ശ്രോതാക്കൾക്ക് കൈമാറി. ക്രിസ്തുവിനെ സംബന്ധിച്ച മഹത്വപൂർണമായ കാര്യങ്ങളാൽ ഉദ്ബുദ്ധരായും സത്യാത്മാവിൻ്റെ പ്രകാശത്തിൽ പ്രബുദ്ധരായും തങ്ങൾ കൈവരിച്ച വർദ്ധിത ജ്ഞാനത്തോടു കൂടിയാണ് അവർ ഇത് നിർവഹിച്ചത്. അതാണ് വാചിക പാരമ്പര്യം, ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലൂടെയും ഈശോയിലൂടെയും കർത്താവ് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ അവിടുത്തെ സ്വർഗാരോഹണ ശേഷം അപ്പസ്തോലന്മാർ തങ്ങളുടെ ശ്രോതാക്കൾക്ക് കൈമാറി. അങ്ങനെയാണ് നമ്മുടെ ലിവിങ് ട്രഡീഷൻ ഉണ്ടായത്. അതാണ് കത്തോലിക്ക സഭയിൽ സുവിശേഷത്തിൽ എഴുതപ്പെടാത്ത പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിങ്ങനെയുള്ള വാചിക പാരമ്പര്യത്തിലൂടെ വന്നതാണ്. അത് അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അധരത്തിലൂടെ കേട്ട കാര്യങ്ങൾ യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം അവർ മറ്റുള്ളവരിലേക്ക് കൈമാറി ഇപ്പോഴും അത് നമ്മളുടെ സഭയിലുണ്ട്. ക്രിസ്തുവിനെ സംബന്ധിച്ച മഹത്വപൂർണമായ കാര്യങ്ങളാൽ ഉദ്ബുദ്ധരായും സത്യാത്മാവിൻ്റെ പ്രകാശത്തിൽ പ്രബുദ്ധരായും തങ്ങൾ കൈവരിച്ച വർദ്ധിത ജ്ഞാനത്തോടു കൂടിയാണ് അവർ ഇത് നിർവഹിച്ചത്. അടുത്തത് ലിഖിത സുവിശേഷങ്ങൾ. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ 4 സുവിശേഷങ്ങൾ രചിച്ചപ്പോൾ വാമൊഴിയായോ ലിഖിത രൂപത്തിലോ പ്രചാരത്തിൽ വന്ന അനേകം കാര്യങ്ങളിൽ ചിലത് തിരഞ്ഞെടുക്കുകയും ചിലത് സംഗ്രഹിച്ച് സമന്വയിപ്പിക്കുകയും ചിലത് തങ്ങളുടെ സഭകളുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് വിശദീകരിക്കുകയും ചെയ്തു. 101. ഇവയിലെല്ലാം സുവിശേഷ പ്രഘോഷണ രൂപം നിലനിർത്തിയതും അതേസമയം യേശുവിനെക്കുറിച്ച് എപ്പോഴും യഥാർത്ഥവും സത്യസന്ധവുമായ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അവർ സുവിശേഷങ്ങൾ രചിച്ചത്. ആ രചനയുടെ പിന്നിലുള്ള രഹസ്യമാണതിൽ പറയുന്നത്. ഇത് 76-ാമത്തെ ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ വാസ്തവം നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുറച്ച് ദിവസം മുമ്പ് 76-ാമത്തെ ഖണ്ഡിക. അത് ദൈവിക വെളിപാടിൻ്റെ കൈമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പസ്തോലിക പ്രഘോഷണം എന്ന ഭാഗത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് സുവിശേഷ പ്രഘോഷണം 2 തരത്തിൽ നിർവഹിക്കപ്പെടുന്നു. 76 വാചിക രൂപത്തിൽ, ലിഖിത രൂപത്തിൽ. അപ്പസ്തോലന്മാർ തങ്ങളുടെ മാതൃക വഴിയും അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ വഴിയും വാചികമായി സുവിശേഷം പകർന്നു കൊടുത്തു. ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് അവിടുത്തെ പ്രഭാഷണങ്ങളിലും പ്രവൃത്തികളിൽ നിന്ന് അവർ സ്വീകരിച്ചതും അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രചോദനത്താൽ അവർ ഗ്രഹിച്ചതുമായ കാര്യങ്ങൾ അവർ പകർന്നു കൊടുത്തു. 33 ഡൈവർബം. ലിഖിത രൂപത്തിൽ അപ്പസ്തോലന്മാരും അവരോട് ബന്ധപ്പെട്ട മറ്റു വ്യക്തികളും ഒരേ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് കീഴിൽ രക്ഷയുടെ സന്ദേശം എഴുതി അറിയിച്ചു. അതാണ് ലിഖിത രൂപം. 4 സുവിശേഷകരും എഴുതിയ ലിഖിത രൂപം. ഇനി 127-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ശ്രദ്ധേയമാണ്. 127 4 സുവിശേഷങ്ങൾക്കും സഭയിൽ അനന്യമായ സ്ഥാനമാണുള്ളത്. എ യുണീക്ക് ആരാധനക്രമം സുവിശേഷങ്ങൾക്ക് നൽകുന്ന ആദരവും എക്കാലത്തെയും വിശുദ്ധരുടെ ജീവിതത്തിൽ സുവിശേഷങ്ങൾ ചെലുത്തിയിട്ടുള്ള അനിതര സാധാരണമായ സ്വാധീനവും ഇത് വ്യക്തമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതാണ് ഈ 4 സുവിശേഷങ്ങൾക്കും അനന്യമായ സ്ഥാനമാണുള്ളത്. ആരാധനാക്രമം, സുവിശേഷങ്ങൾക്ക് നൽകുന്ന ആദരവും, എക്കാലത്തെയും വിശുദ്ധരുടെ ജീവിതത്തിൽ സുവിശേഷങ്ങൾ ചെലുത്തിയിട്ടുള്ള അനിതരസാധാരണമായ സ്വാധീനവും ഇത് വ്യക്തമാക്കുന്നു. ഇനി അതാണ് നമ്മൾക്ക് പഠിക്കുന്നത്. സുവിശേഷ വാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറെ ഒരു പ്രബോധനവുമില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ നാഥനും ഗുരുവുമായ ക്രിസ്തു തൻ്റെ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയും പ്രവൃത്തികളിലൂടെ നിറവേറുകയും ചെയ്ത കാര്യങ്ങൾ കാണുവിൻ, സ്വീകരിക്കുവിൻ. സെയിൻറ്റ് കെസേരിയ ദ യങ്ങർ ടു സെയിൻറ്റ് റിച്ചിൽഡീസ് ആൻഡ് സെയിൻറ്റ് റെഡുഗുണ്ടേ. അതാണ്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം കൂടി വായിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി പറയാറുള്ള ഒരു കാര്യമാണിത്. എൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ചാണ് എല്ലാറ്റിലും ഉപരിയായി ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ പാവപ്പെട്ട ആത്മാവിന് ആവശ്യമായതെല്ലാം ഞാൻ അതിൽ കണ്ടെത്തുന്നു. അതിൽ ഞാൻ എപ്പോഴും പുതിയ പ്രകാശകിരണങ്ങളും മറഞ്ഞിരിക്കുന്നവയും നിഗൂഢങ്ങളുമായ അർത്ഥങ്ങളും കണ്ടുപിടിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സെന്റ് തെരേസ ഓഫ് ലിസിയോ. ഇത് നമ്മൾ മറ്റെന്ത് പുസ്തകങ്ങൾ വായിച്ചാലും നമുക്കിത്രയും സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ആത്മാവിനുണ്ടാകില്ല ഇതിനെപ്പോലെ വിശുദ്ധ സുവിശേഷം വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് ഓർമ്മിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് സുവിശേഷത്തിലെ ഭാഗങ്ങൾ നമ്മൾ ബൈഹാർട്ടാക്കിയിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നത് മഗ്ദലേന മറിയം കല്ലറയിലേക്ക് വന്നപ്പോൾ കല്ലറ അടഞ്ഞിരിക്കുകയായിരുന്നു. ഒരു ദൂതൻ വന്ന് കല്ല് തള്ളി മാറ്റുകയാണ്. അതിനു മുമ്പ് ദൂതൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഇവിടെ ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം ആ കല്ലറ തുറക്കാതെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കല്ലുകളിൽ കൂടി പുറത്തു വന്നു എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഞാനിത് തന്നെ ധ്യാനിച്ച് ഇരിക്കുകയായിരുന്നു ഇന്നലെ മുഴുവനും. കല്ലറ തുറക്കാതെ തന്നെ ആ കല്ലുകളിലൂടെ, ആ കരിങ്കല്ലുകളിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പുറത്തു വന്നു ഉള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇത് ഈ CCC കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അച്ഛന്മാർക്കും ഒരുപാട് അധ്യാപകർക്കുമൊക്കെ. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയട്ടെ, 2 ദിവസം മുമ്പ് ഒരച്ഛൻ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, ബ്രദറെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ അച്ഛനോട് സംസാരിക്കുമ്പോൾ, ഒരു സീറോ മലബാർ അച്ഛനാണ്, അച്ഛൻ മിഷനിൽ പ്രവർത്തിക്കുന്നു. ഞാൻ അച്ഛനോട് എൻ്റെ ആവേശം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കല്ലറ തുറന്നിട്ടില്ലായിരുന്നു. മഗ്ദലേന മറിയം അവിടെ ചെല്ലുമ്പോൾ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് മറ്റു 3 സുവിശേഷത്തിലും തുറന്നതായിട്ടായിരുന്നു. അപ്പോൾ തുറന്നിട്ടില്ല. പക്ഷേ ദൂതൻ പറയാണ്, നീ അന്വേഷിക്കുന്ന ആളിവിടെ ഇല്ല. അത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വാചാലമായി പോയപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ക്ഷമിക്കണം കേട്ടോ, ഞാനത് അധികപ്രസംഗം പറഞ്ഞമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. ഇല്ല ബ്രദർ ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. ഞാനത് ശരിക്ക് ആ രംഗം ഹൃദയത്തിൽ
അനുഭവിക്കുകയാണ്, മനസ്സിൽ അനുഭവിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗങ്ങൾ ഹൃദയത്തിൽ ആഴമായി നമ്മൾ പതിയണം. ശാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി. കണ്ടോ, അതിൻ്റെ മേലിരുന്നു. അപ്പോഴാണ് കല്ലുരുട്ടി മാറ്റിയത്. എന്നിട്ട് ആ ദൂതൻ പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ആളിവിടെ ഇല്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ചാണ് എല്ലാറ്റിലും ഉപരിയായി ഞാൻ ചിന്തിക്കുന്നത്. അതാണ് എൻ്റെ പാവപ്പെട്ട ആത്മാവിന് ആവശ്യമായതെല്ലാം ഞാൻ അതിൽ കണ്ടെത്തുന്നു. അതാണ് നമ്മുടെ ആത്മാവിന് ആവശ്യമായ കാര്യങ്ങൾ ഈ 4 സുവിശേഷത്തിലും ഉണ്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ ഓരോ ചെറിയ വാക്കുകളിലും നമ്മൾ ആഴമായി ധ്യാനിക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് കാണുന്നത് 1154 വചന ശുശ്രൂഷ, ആരാധനാക്രമത്തിലെ വചന ശുശ്രൂഷയെക്കുറിച്ചാണ്. കൗദാശിക ആഘോഷങ്ങളുടെ അനിവാര്യമായൊരു ഭാഗമാണ്. മാമോദീസ ആയാലും സ്ഥൈര്യലേപനം, കുർബാന, തീർച്ചയായിട്ടും വിവാഹം, എല്ലാറ്റിലും വചന ശുശ്രൂഷ കൂദാശയുടെ അനിവാര്യമായൊരു ഭാഗമാണ്. വിശ്വാസികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാൻ ദൈവവചനത്തിൻ്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം. ദൈവവചനത്തിൻ്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം. അടയാളങ്ങൾ കണ്ടോ, വചനഗ്രന്ഥം, പാഠസമാഹാരം അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ പുസ്തകം. അത് ലത്തീൻ ആരാധനാക്രമത്തിൽ ആ പുസ്തകത്തിൻ്റെ പേരങ്ങനെയാണ്, പാഠസമാഹാരം. അതിൽ ലേഖനഭാഗം, പഴയ നിയമം, സങ്കീർത്തനങ്ങൾ, ഇതൊക്കെ കുർബാനയുടെ ആരാധനാക്രമം അനുസരിച്ചുള്ള അതാണ്. അതിൻ്റെ വണക്കം, അതായത് പ്രദക്ഷിണം, ധൂപിക്കൽ, മെഴുകുതിരികൾ. അതിൻ്റെ പ്രഘോഷണ സ്ഥാനം, വചനപീഠം. കേൾക്കത്തക്ക വിധത്തിലും ഗ്രഹിക്കത്തക്ക വിധത്തിലുമുള്ള അതിൻ്റെ പാരായണം. അതിൻ്റെ പ്രഘോഷണത്തെ വ്യാഖ്യാനിക്കുന്ന കാർമ്മികൻ്റെ പ്രസംഗം. സമൂഹത്തിൻ്റെ പ്രത്യുത്തരങ്ങൾ, ഉദ്ഘോഷണങ്ങൾ, ധ്യാനാത്മക സങ്കീർത്തനങ്ങൾ, ലുത്തിനിയകൾ, വിശ്വാസ പ്രഖ്യാപനം എന്നിവ. അപ്പോൾ ഇതെല്ലാം ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.